എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമല്ലേ? ഈ മാസത്തിലെ ചിട്ടിയുടെ പൈസ കിട്ടിയില്ലല്ലോ. നാളെ വീട്ടിലേക്കിടെ എത്തിക്കാം സ്മിത. കേട്ടോ, നാളെ തന്നെ. ഒന്ന് ശരി, ഞാൻ പോട്ടെ. ആ ശരി. സ്മിത, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളവിടെ ഉണ്ട്. മോളുടെ അച്ഛനും ഉണ്ട് അവിടെ, കുഴപ്പമൊന്നുമില്ല. വിശേഷങ്ങള് അങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നു. കള്ളന്മാര് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്നേ. 10 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ സുഖം. പറമ്പുണ്ട്, പാടമുണ്ട്, കൃഷിയുണ്ട്. എന്ത് സുഖമുള്ള ജീവിതം. ഓ, സുഖം ഒന്നും പറയണ്ടല്ലോ സ്മിത, നിങ്ങൾക്കല്ലേ സുഖം. നിങ്ങൾക്ക് സുന്ദരിയായിട്ടുള്ളൊരു മോളുണ്ട്, മോളുടെ അച്ഛനുണ്ട്, പിന്നെ എന്താ ഒരു കുഴപ്പം? ഹലോ സുരേഷേ. ആ എടാ ബിജുവേ, ബ്രോ വാ, നമുക്കിവിടെ കലക്കിട്ട് അവിടെ ഇരിക്കാം. ഞാൻ വരാം. ആ ബ്രോ, ബിജു എവിടെ പോയിട്ട് വരിക? ഞാൻ എൻ്റെ അനിയൻ്റെ വീട് വരെ ഒന്ന് പോയിക്കൊണ്ടുവരാണ്. അവിടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ഓഹോ, എന്തായിടോ നമ്മുടെ കൃഷിപ്പണികളൊക്കെ എന്തായി? അതെ, 3-4 പണിക്കാരുണ്ടേ. അവര് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് കുറെ നേരമായി, ഒരു 1/2 മണിക്കൂറായി. ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതെ, അത് ശരി. ഞാനവിടെ അങ്ങനെ ഇരുന്നപ്പോഴേ സ്മിത വന്നിടോ. ഭയങ്കര കഷ്ടം തന്നെ അവരുടെ കാര്യം. സ്മിതക്കൊക്കെ എന്താ കുഴപ്പം? ഒരു സുന്ദരിയായിട്ടുള്ളൊരു മോളുണ്ട്, മോളുടെ അച്ഛനുണ്ട്. എന്താ ഒരു കുഴപ്പം? ഞാൻ ഇന്നലെ അവരെ കണ്ടു. കുറേ നേരം ഞാൻ സംസാരിച്ചു. അവളുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എടി ലച്ചു, നിന്റെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ ഒരു ബന്ധത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ടോ ചോക്ലേറ്റ്? അവിടെ ഇല്ലെങ്കിലും അമ്മ അച്ഛൻ്റെ അടുത്ത് കൊടുത്തോളൂ. ഇത്രയും നല്ല സ്വഭാവമുള്ള അവളെ ഉപേക്ഷിച്ചിട്ട് അവനങ്ങ് പോയി. എന്നിട്ടും ചേട്ടത്തിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ ജീവിക്കണം. ആ കുട്ടിക്ക് ഇന്ന് വരെയും അച്ഛൻ്റെയോ അമ്മയോടെയോ ഒരു കുറവ് അവളോ അവളുടെ അമ്മയോ ഇതുവരെയും വരുത്തിയിട്ടില്ല. അവളുടെ അച്ഛനും അവിടെയുണ്ട്, അമ്മയും അവിടെയുണ്ട്. ഞാനും കൂടി നിന്റെ വീട്ടിലേക്ക് പോട്ടെ? ആ പോലെ, ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ തരാം. ഡാഡി ഇങ്ങനെ നിക്കണേ? നിക്ക് മുന്നണ്ട. അച്ഛനും അമ്മ തല്ല് പിടിക്കാണ്. സീന പോടി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇത് കുറച്ച് സീനാണോ മോനെ? ഞാൻ ജോലി ഒന്നും വരാം. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി.
വിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ നീ എന്തെങ്ങനെ ഇരിക്കണേ? ഞാൻ നമ്മുടെ സ്മിതേനെ കണ്ടേ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവള് കുറിയുടെ കാര്യം പറഞ്ഞത്. ഞാനും കണ്ടിരുന്നു അവളെ. നമ്മുടെ അയലക്കത്ത് ഇങ്ങനൊരു ഫാമിലി ഉള്ളത് നമുക്ക് അഭിമാനിക്കാം. ഉത്സവത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഉത്സവത്തിന് കൊണ്ടുപോകണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ പറയരുത് കുട്ടികളുടെ അടുത്ത്. ഉത്സവത്തിന് പോകാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവളതൊക്കെ പ്രതീക്ഷിച്ച് വരില്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് എന്തോരം വിഷമാവും ഇനിയിപ്പോൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ. എന്തിനാ പിന്നെ വാക്ക് വലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? അതുകൊണ്ട് ഭയങ്കര വിഷമാവില്ലേ അവൾക്കിനി? അമ്മ മോൾക്കും അച്ഛനും ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. അമ്മ വന്നപ്പോൾ മോളെ കണ്ടില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നതാ. സ്മിത, ഓ ചേച്ചി ഇരിക്കേച്ചി. അച്ഛനും അമ്മയും മോളും കൂടി ചർച്ചാ വിഷയം. ഇവിടെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയില്ലേ? അതിൻ്റെ ഒരു ഒച്ചയും ബഹളാ. അമ്മൂമ്മ അച്ഛനും ചെറിയമ്മ അമ്മയും